ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ റെഗുലർ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം. രണ്ടാമത്തെ അധ്യായത്തില് ഭഗവാൻ അർജുനന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് ഒരു ആധ്യാത്മികവാദി അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്? ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അപ്പോ അർജുനന്റെ വിഷമത്തിന് കാരണം തനിക്ക് മുന്നിൽ കാണുന്ന തന്റെ ഗുരുനാഥനും തന്റെ മുത്തച്ഛനും ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും മരിച്ചു പോകും, അവരുടെ നിലനിൽപ്പേ ഇല്ലാണ്ടെയാകും എന്നുള്ള ആ ഒരു വിഷമത്തിന് പകരമായിട്ട് ഭഗവാൻ അല്ല, അവരുടെ ശരീരം മാത്രമാണ് നശ്വരമായിട്ടുള്ളത്, അനശ്വരമായിട്ട് ഇനിയൊന്നുണ്ട്, അതായത് ആത്മാവ് എന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് രണ്ടാമത്തെ അധ്യായം 8ാമത്തെ ശ്ലോകം മുതൽ. അതില് ഭഗവാൻ പറയുന്നു ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ആ ഒരു പാർട്ടാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ വായിച്ചത് 2ാം അധ്യായം 23ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് ഇന്നലെ നിങ്ങൾ കേട്ടത് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാപകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ഇതാണ് ആത്മാവിന്റെ സ്വഭാവ വിശേഷങ്ങള് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നിങ്ങൾ കേട്ടത് ഇന്നലെ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ ഭഗവത്ഗീത 2ാം അധ്യായം 24ാമത്തെ ശ്ലോകമാണ് വായിക്കുന്നത്. ആക്ച്വലി ഈ 2 ശ്ലോകങ്ങളും, അതായത് 23ാമത്തെ ശ്ലോകവും 24ാമത്തെ ശ്ലോകവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം എന്ന് നമുക്ക് കാണാം. തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാനെയും ഗുരുവിനെയും പ്രണമിച്ചു. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന ജമുനാ തീരവനചാരി ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം. गौरनिताय जय गौरनिताय जय जय प्रभुपाद 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 जय जय प्रभुपाद. जय जय गुरुदेव 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 जय जय गुरुदेव. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने. नमस्ते सरस्वते देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അപ്പൊ നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ അധ്യായം 24-ാമത്തെ ശ്ലോകം. അച്ഛേദ്യോയം അദഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവ ച നിത്യ സർവഗത സ്ഥാണുർ അചലോയം സനാതന. അച്ഛേദ്യോയം അദഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവ ച നിത്യ സർവഗത സ്ഥാണുർ അചലോയം സനാതന. അച്ഛേദ്യോയം അദഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവ ച നിത്യ സർവഗത സ്ഥാണുർ അചലോയം സനാതന. എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. സോളിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്വഭാവ വിശേഷണങ്ങൾ തുടരുകയാണ്. എന്താണ് പറയുന്നത് ഭഗവാൻ? അച്ഛേദ്യോ അയം. അയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആത്മാവ്. അച്ഛേദ്യൻ, അച്ഛേദ്യൻ ഛേദിക്കുക എന്ന് പറഞ്ഞാൽ മുറിക്കുക, അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും ആയുധം കൊണ്ട് ഇല്ലാതാക്കുക, അങ്ങനെയാണ്. അപ്പോ അച്ഛേദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തതാണ്. പിന്നെ ദഹ്യ എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക, അതായത് ഫയർ കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നാണ്. അപ്പൊ അദാഹ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയർ കൊണ്ടും, അതായത് തീ ഉപയോഗിച്ചും അതിനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ കരിച്ചു കളയാൻ പറ്റുകയില്ല. എന്തിനെ? അയം, ഈ പറഞ്ഞ സോളിനെ. പിന്നെ അക്ലേദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അലിച്ചു കളയുക എന്നാണ് അർത്ഥം. വെള്ളം ഉപയോഗിച്ച് അലിയിച്ചു കളയുക നമ്മൾ പറയും. അങ്ങനെയും അതിനെ അലിയിച്ചു കളയാൻ പറ്റുകയില്ല. അശോഷ്യ എന്നാൽ എന്താണ്? വായു ഉപയോഗിച്ച് അതിനെ ഉണക്കിക്കളയുക എന്ന് പറയും. അശോഷ്യ, അതായത് അങ്ങനെയും കളയാൻ സാധിക്കാത്തതാണ്. ഇത് നേരത്തെ പറഞ്ഞ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതന്റെ എന്താണ് റീസൺ? ഈ നേരത്തെ പറഞ്ഞ നൈനം ചിന്തന്തി ശസ്ത്രാണി, ശസ്ത്രങ്ങൾ കൊണ്ട് ഇതിനെ മുറിക്കാൻ പറ്റുകയില്ല. നൈനം ദഹതി പാവക, എരിയുന്ന അഗ്നിയിൽ ഇട്ടാലും ഇതിനെ ദഹിപ്പിക്കാൻ പറ്റുകയില്ല. പിന്നെ എന്താണ്? ന ചൈനം ക്ലേദയന്ത്യ ആപോ, അതായത് വെള്ളം കൊണ്ട് അതിനെ അലിയിച്ചു കളയാനും സാധിക്കുകയില്ല. ന ശോഷയതി മാരുതഃ. എന്താണ് നാലാമത്തത്? മാരുതൻ അല്ലെങ്കിൽ കാറ്റിനെ ഉപയോഗിച്ച് ഇതിനെ എന്ത് ചെയ്യിക്കാൻ പറ്റുകയില്ല? ശോഷിപ്പിക്കാനും പറ്റുകയില്ല, അല്ലെങ്കിൽ ഡ്രൈ ആക്കാനും പറ്റുകയില്ല. അപ്പൊ ഈ 4 കാര്യങ്ങളും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് ഭഗവാൻ പറയുകയാണ് കാരണം എന്താണ്? പിന്നെ സോൾ അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്നത് അച്ഛേദ്യനാണ്, അദാഹ്യനാണ്, അക്ലേദ്യനാണ്, അശോഷ്യനാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും ചെയ്താൽ അതിനൊന്നും സംഭവിക്കാത്തത്. എന്നിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി, അതായത് അതിന്റെ തുടർച്ചയായിട്ട് ഭഗവാൻ പറയുകയാണ് നിത്യ അനശ്വരനാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ് ഈ പറഞ്ഞ ആത്മാവ്. സർവഗത, ഈ സർവഗത എന്നുള്ളതിന് 2 മീനിങ് ഇവിടെ പറയും. അത് നമുക്ക് നോക്കാം. സർവഗതയുടെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഓൾ പെർവേഡിങ് എന്നാണ് ഇവിടെ ശില പ്രഭുപാദ എഴുതിയിരിക്കുന്നത്. എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നത് എന്നാണ് അർത്ഥം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്ഥാണു, സ്ഥാണു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും മൂവ് ചെയ്യിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അചഞ്ചലനായത്. ഇതാണ് അൺചേഞ്ചബിൾ. പിന്നെ എന്താണ്? അചല, അതിന്റെയും അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്. സ്ഥാണുവും അചലയും ഏകദേശം ഒന്ന് തന്നെയാണ്. അൺചേഞ്ചബിൾ അല്ലെങ്കിൽ അചല എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കാൻ പറ്റാത്തത്. അയം, ഈ സോൾ ആരാണ്? സനാതനനാണ്. ഇതൊക്കെയാണ് സോളിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഭഗവാൻ പറയുന്നത്. എണ്ണി 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 സോളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇന്നതാണ് എന്ന് എണ്ണി എഴുതാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരുകയേയില്ല. പക്ഷെ ഏതാനും ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെ ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോളിനെ കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച് ഗ്രാഹ്യമായത് നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്, അല്ലെ? കുറച്ച് രഹസ്യമായ കാര്യങ്ങളാണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ നോക്കാം എന്താണ് പ്രഭുപാദ് ഇതിനകത്ത് പുറപ്പെട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. All these qualifications of the atomic soul definitely prove that the individual soul is eternally the atomic particle of the spirit whole.
and he remains the same atom eternally without change. അതായത് ഈ ഒരു വിശേഷണത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആത്മാവ് എന്ന് പറയുന്നത് ഭൗതികമായ ഒരു വസ്തുവല്ല, പരമാത്മാവിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ ഒരു അംശമാണ്. അത് അങ്ങനെ തന്നെ എന്നേക്കുമായി നിലനിൽക്കുകയും ചെയ്യും. The theory of monism is very difficult to apply in this case because the individual soul is never expected to become one homogeneously. After liberation from material contamination, the atomic soul may prefer to remain as a spiritual spark in the effulgent rays of the Supreme Personality of Godhead, but the intelligent souls enter into the spiritual planets to associate with the personality of Godhead. ഇവിടെ പ്രഭുപാദ് എപ്പോഴും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഈ മുക്തി എന്ന് പറയുന്നത്. രണ്ട് ലെവലിലുള്ള മുക്തിയെ കുറിച്ച്. ഒരു ലെവലിലുള്ള മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുള്ള മുക്തികളുണ്ട് 4 എണ്ണം. ഇനി ഒരു ലെവലിലുള്ള, അതിനേക്കാൾ താഴ്ന്ന ലെവലിലുള്ള മുക്തി എന്ന് പറഞ്ഞാൽ അവ്യക്തിപരമായിട്ടുള്ള മുക്തി. സാധാരണ അവ്യക്തിഗതവാദികൾ, അതായത് ബ്രഹ്മവാദികൾ, മായാവാദികൾ ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ സിദ്ധാന്തം അതാണ്. എന്താണ് പ്രഭുപാദ് പറയുന്നു? മോണിസം. ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ആത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരുന്നു എന്നുള്ള വാദത്തിനെയാണ് മോണിസം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് ഇവിടെ വിലപ്പോകുന്നില്ല. കാരണം ഈ ആത്മാവ് നശിപ്പിക്കപ്പെടുന്നില്ല, എന്നേക്കും നിലനിൽക്കുന്നു, സനാതനനാണ്, നിത്യനാണ്, സർവഗതാണ്, സ്ഥാണുവാണ്. ഇതൊക്കെ പറഞ്ഞ് ഭഗവാൻ പറയുകയാണ്, ഒരിക്കലും ഇതിനെ ഇനി ഒരു ആത്മാവിൽ കൊണ്ടുപോയി ലയിപ്പിച്ചു ചേർക്കാനും പറ്റുകയില്ല. കാരണം അത് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതായത് വ്യത്യസ്തമായി നിലനിൽക്കുന്ന ജീവാത്മാക്കളാണ്, പരമാത്മാവിന്റെ ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷന്റെ ഭാഗങ്ങളാണ് എന്നതാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള 2 ലെവൽസിലുള്ള മോക്ഷങ്ങളെ കുറിച്ചാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ഒന്ന് ലിബറേഷൻ, മുക്തി എന്ന് പറയുന്നത് ബ്രഹ്മൻ എഫൾജൻസ് അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ പോയിട്ട് വെറുതെ ഇരിക്കുന്ന തരത്തിലുള്ള മുക്തി. പക്ഷെ അത് സായുജ്യം, അതിനെ ഭക്തന്മാര് കണക്കാക്കുന്നതേ ഇല്ല. കാരണം അത് സായുജ്യം എന്ന് പറയുന്ന ഒരു മുക്തിയായിട്ടേ അവർക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്? അവിടെ വെറുതെ ഇരിക്കാനേ പറ്റുകയുള്ളൂ, അവിടെ സേവനമില്ല. പക്ഷെ മറ്റു 4 മുക്തികളില്, 5 തരത്തിലുള്ള മുക്തികളിൽ ഒരെണ്ണം സായുജ്യമാണെങ്കിൽ ബാക്കിയുള്ള 4 തരത്തിലുള്ള മുക്തികൾ എന്ന് പറയുന്നത് സാരൂപ്യ, സാലോക്യ, സാമീപ്യ, സാഷ്ടി എന്ന് പറയുന്ന 4 മുക്തികളിൽ എല്ലാം എവിടെയാണ്? ഇൻഡിവിജ്വൽ, വ്യക്തിഗതനായ ആത്മാവുമുണ്ട്, ഭഗവാനുമുണ്ട്. അത് ഭഗവാന്റെ ലോകത്താകാം, ഭഗവാന്റെ അതേ തരത്തിലുള്ള ഫോം ആകാം, അല്ലെങ്കിൽ രൂപമാകാം, ഭഗവാന്റെ അതേ ലോകത്തിലുള്ള ഐശ്വര്യമാകാം, അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെയുള്ള സാമീപ്യമാകാം. ഇതെല്ലാം വന്നിട്ട് എന്താണ്? സേവനങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ഈ ആത്മാക്കൾ, അതായത് ഭക്തന്മാർ എന്ത് ചിന്തിക്കുന്നു? ഇത്തരത്തിലുള്ള മുക്തിയാണ് എനിക്ക് ആവശ്യമെന്ന് ചിന്തിക്കുന്നു. അവർക്ക് കൈവല്യം എന്ന് പറയുന്ന മുക്തി നരകം പോലെയാണ് തോന്നുന്നത്. ഒരു പ്രബോധാനന്ദ സരസ്വതി പറയാറുണ്ട്, കൈവല്യം നരകായതേ ത്രിദശപുർ ആകാശ പുഷ്പായതേ. പിന്നെ എന്താണ്? കൈവല്യം നരകായതേ ത്രിദശപുർ ആകാശ പുഷ്പായതേ ദുർഗന്ധേന്ദ്രിയ കാലസർപ്പ പതനി പ്രോത്ഘാത ദംഷ്ട്രായതേ വിശ്വം പൂർണ്ണ സുഖായതേ വിധി മഹേന്ദ്രാദിശ്ച കീടായതേ. ഇതൊക്കെയാണ് ആര് പറയുന്നത്? ഭക്തൻ പറയുന്നത്. എന്താണ്? കൈവല്യം എന്ന് പറയുന്നത് നരകമാണ്. കാരണം എന്താണ്? അവിടെ ഒരു ഭക്തന് ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുക്തി കിട്ടിയിട്ട് അയാൾക്ക് എന്ത് പ്രയോജനം? ആ ജീവാത്മാവിന് അങ്ങനെ ഒരു മുക്തിക്ക് താല്പര്യമില്ല. കാരണം അവിടെ നരകതുല്യമായ എക്സിസ്റ്റൻസ് ആണ്. സേവനം ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത്, മടി പിടിച്ചിരിക്കുന്നത്, അതൊക്കെ നരകതുല്യമായിട്ടുള്ള എക്സിസ്റ്റൻസ് ആണെന്നാണ് ആര് പറയുന്നത്? പ്രബോധാനന്ദ സരസ്വതി പറയുന്നത്. പിന്നെയോ ത്രിദശപുർ ആകാശ പുഷ്പായതേ. ഇനി എവിടെ ഈ ഭൗതിക ലോകത്തില് അങ്ങ് മേലേക്കും താഴേക്കും പോയാൽ എത്രത്തോളം ഓപ്പുലന്റ് ആയിട്ടുള്ള, ഐശ്വര്യപരമായിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള പ്ലാനറ്ററി സിസ്റ്റംസ്, ഗ്രഹവ്യൂഹങ്ങൾ ഉണ്ടോ? ആകാശപുഷ്പങ്ങൾ, അതായത് ആകാശപുഷ്പങ്ങളാണ്. എന്താണ് ആകാശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ? ഫന്റാസ്മോഗോറിയ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ.
എന്താണ് അത്? താൽക്കാലികമായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനം മാത്രമാണ് ആകാശപുഷ്പം എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള ഗൃഹവ്യൂഹങ്ങളിലൊക്കെ പോകുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. കാരണം അവിടെയൊക്കെ പോയാലും എല്ലാം താൽക്കാലികമാണ്. വീണ്ടും തിരിച്ച് ഭൗതിക ജീവിതത്തിലേക്ക് വരേണ്ടി വരും. പിന്നെയും അത് അതിന്റെ കർമ്മങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടി വരും. വീണ്ടും അതിന് പ്രതികർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വരും. വീണ്ടും മേലേക്കും താഴേക്കും കിടന്ന് കറങ്ങേണ്ടി വരും. ഇത് ഒരു ഭക്തന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ എന്താണ്? ദുർദന്തേന്ദ്രിയ കാല സർപ്പ പതലിൻ പ്രോത്ഘാതദംഷ്ട്രായതേ. വലിയ വാക്കാണെന്ന് ഉദ്ദേശിക്കും, പക്ഷെ അങ്ങനെയുള്ള വാക്കേ അല്ല. എന്താണ്? ദുർദന്തേന്ദ്രിയ കാലസർപ്പ പതലി. കാലസർപ്പ പതലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാളസർപ്പം. എന്താണ് കാളസർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിഷപ്പല്ല് ഉള്ള ഒരു കാളസർപ്പം. പക്ഷെ അതിനെ പേടിച്ചാൽ മതി. അതിന്റെ പല്ലെടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി കൊത്തൂല, അല്ലെ? കൊത്തിയാലും ഒന്നും സംഭവിക്കൂല, കാരണം അതിന്റെ വിഷപ്പല്ല് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെയാണ് എന്ത്? ദുർദന്തേന്ദ്രിയ കാലസർപ്പ പതലി പ്രോത്ഘാത ദംഷ്ട്രായതേ. ദംഷ്ട്ര എടുത്തു കളഞ്ഞിരിക്കുന്ന പാമ്പിനെ പോലെയാണ് ഭക്തന്റെ ഇന്ദ്രിയങ്ങൾ. എന്താണ്? അത് ഒരു ഉപദ്രവം ഉണ്ടാക്കുകയില്ല. ആ ഭക്തൻ എവിടെ ഇരുന്നാലും അയാളുടെ ഇന്ദ്രിയങ്ങൾ എന്താണ്? ഭഗവാനിൽ ഇൻട്രസ്റ്റഡ് ആയത് കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് അയാളെ വലിച്ചു താഴെ ഇടുമെന്ന് അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തെ നശിപ്പിക്കുമെന്നൊന്നും ആർക്കും എന്ത് വേണ്ട, സംശയം വേണ്ട. കാരണം എന്താണ്? വിഷപ്പാമ്പ് ആണെങ്കിലും അതിന്റെ പ്രോത്ഘാത ദംഷ്ട്രായതേ. ദംഷ്ട്ര എല്ലാം എടുത്തു കളഞ്ഞിട്ട് പിന്നെ അതിനെ കൊണ്ട് എന്താണ് പിന്നെ അക്രമം ചെയ്യാനുള്ളത്? അതിനെ അക്രമം ചെയ്യാൻ പറ്റുകയില്ല. ഇനി വിശ്വം പൂർണ്ണ സുഖായതേ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഭഗവാൻ പറയുന്ന ദുഃഖാലയം അശാശ്വതം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഭക്തൻ ചിന്തിക്കുന്നത്. എന്താണ് ഭക്തൻ പറയുന്നത്? വിശ്വം പൂർണ്ണ സുഖായതേ. ഈ വിശ്വം എന്ന് പറയുന്നത് സുഖമായിട്ടും പൂർണ്ണമായിട്ടും സുഖം നിറഞ്ഞതാണ് എന്ന്. എന്തുകൊണ്ടാണ് ഭക്തൻ അങ്ങനെ പറയുന്നത്? ഈ ഇന്ദ്രിയ നിഗ്രഹം പിന്നെ സംഭവിച്ച ആള് എവിടെ ഇരുന്നാലും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ആഗ്രഹിക്കും. അയാൾ വൈകുണ്ഠ ലോകത്തിൽ പോയാലും ഭഗവാന്റെ സേവനം ചെയ്യും, ഇവിടെ ഇരുന്നാലും ഭഗവാന്റെ സേവനം ചെയ്യും. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നതേ ഇല്ല. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് വിശ്വം പൂർണ്ണ സുഖായതേ. വിധി മഹേന്ദ്രാദിശ്ച കീടായതേ. വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ, മഹേന്ദ്ര അറിയാം നമുക്ക്, ഇന്ദ്രൻ, ആദിശ്ച കീടായതേ. ഇവരുടെ പൊസിഷനും ഒരു കീടത്തിന്റെ പൊസിഷനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ഭക്തന്. കാരണം എന്താണ്? അതും ജീവാത്മാവാണ്, ഇതും ജീവാത്മാവാണ്. ആ പൊസിഷനിൽ ഇരിക്കുന്നത് അയാളുടെ പുണ്യം കൊണ്ടാണ്. ഈ കീടത്തിന്റെ പൊസിഷനിൽ ഇരിക്കുന്നത് അയാളുടെ എന്താണ്? കർമ്മത്തിന്റെ പ്രതികർമ്മം കൊണ്ടാണ്. ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ഭക്തൻ ഇതിലും താല്പര്യമൊന്നുമില്ല. പിന്നെ എന്താണ് താല്പര്യം? യത് കാരുണ്യ കടാക്ഷ വൈഭവതാം തം ഗൗരമേവസ്തുമ. ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളെ സേവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി മാത്രം മതിയാകും എനിക്ക് എന്നാണ് ആര് പറയുന്നത്? ഭക്തൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തന് ഇതിലൊന്നും താല്പര്യമില്ല. കൈവല്യത്തിനും താല്പര്യമില്ല. പിന്നെ എന്താണ്? ഇന്ദ്രിയ സുഖത്തിലും താല്പര്യമില്ല. ബ്രഹ്മദേവന്റെയോ ഇന്ദ്രന്റെയോ പൊസിഷനിലും താല്പര്യമില്ല. ലോകത്തിലിരുന്നാലും കുഴപ്പമില്ല. ഭൗതിക ലോകം ഉപേക്ഷിച്ച് ആധ്യാത്മിക ലോകത്തിൽ പോയാലും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. ഭക്തനെ എന്ത് മതി? ഭക്തനെ സേവനം മാത്രം മതി എന്നാണ് പറയുന്നത്. പ്രഭുപാദം ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് തിരികെ ഈ ശ്ലോകത്തിലേക്ക് വരാം. ഈ ശ്ലോകത്തില് അച്ഛേദ്യോയം അദഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവവ. ഈ ഒരു വാക്കുകളെ നമുക്ക് പരിചയപ്പെടാം. ഛേദ്യ എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നാണ് അർത്ഥം. നൈനം ഛിന്ദന്തി ശസ്ത്രാണി. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഛിന്ദന്തി എന്ന് പറഞ്ഞാൽ മുറിച്ചു കളയുക. നൈനം ഛിന്ദന്തി ശസ്ത്രാണി. ശസ്ത്രം കൊണ്ട് മുറിക്കാൻ പറ്റുകയില്ല അർജുന. കാരണം എന്താണ്? ഇത് അഛേദ്യനാണ്, ഇത് മുറിക്കാൻ പറ്റാത്തതാണ്. ഭൗതികമായിട്ടുള്ള ഒരു സാധനങ്ങൾ കൊണ്ടും ഇതിനെ നിനക്ക് മുറിച്ചെടുക്കാൻ പറ്റുകയില്ല. എന്തിനെ? ആത്മാവിനെ. നൈനം ദഹതി പാവക. പിന്നെ നീ തീ കത്തിച്ചു നോക്കൂ, അത് ഈ ഭൗതിക ശരീരം കത്തിച്ചു കളയുമായിരിക്കും. പക്ഷെ അതിന്റെ അകത്തുള്ള
അല്ലെങ്കിൽ ആത്മാവിനെ കത്തിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? അദാഹ്യോയം. നേരെ ഇപ്പുറത്തേക്ക് വരാം. 23rd and 24th ശ്ലോകം ഒരുമിച്ച് നമുക്കൊന്ന്. നൈനം ചിന്തന്തി ശസ്ത്രാണി കാരണം അഛേദ്യോ അയം. നൈനം ദഹതി പാവക കാരണം അദഹ്യോ അയം. ഈ സോൾ അദഹ്യനാണ്. പിന്നെ എന്താണ്? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യ. അപ്പോ വെള്ളം കൊണ്ട് അതിനെ ഒഴിച്ച് അതിനെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പോവുകയാണ്? അലിയിച്ചു നോക്കൂ. അതും പറ്റത്തില്ല. കാരണം എന്താണ്? ശരീരം മരിച്ചു പോവുകയായിരിക്കും, മുങ്ങിപ്പോയാൽ മുങ്ങി മരിച്ചു പോവുകയായിരിക്കും. പക്ഷെ ശരീരി അല്ലെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് എന്താണ്? അക്ലേദ്യോ, അതിനെ അലിയിച്ചു കളയാൻ പറ്റുകയില്ല. അതുകൊണ്ട് അങ്ങനെയും അതിന് അവസാനമില്ല. പിന്നെ എന്താണ്? ന ശോഷയതി മാരുതഃ. കാറ്റടിച്ച് കുറച്ചു നേരം എന്ത് ചെയ്യാണ്? ഒരു കുറെ സാധനങ്ങളൊക്കെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കുമല്ലോ, അതിൻ്റെ അകത്ത് എല്ലാം ഡ്രൈ ആയി അവസാനം അത് പൊടി പോലെ ആയി പോകും. പക്ഷെ ആത്മാവിനെ അങ്ങനെയും ആക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? അശോഷ്യ, അതിനെ ശോഷിപ്പിച്ച് കളയാനും പറ്റില്ല. എന്താണ്? ബുള്ളറ്റ് പ്രൂഫ്, പിന്നെ ഫയർ പ്രൂഫ്, പിന്നെ വാട്ടർ പ്രൂഫ്, പിന്നെ വിൻഡ് പ്രൂഫ്, ഇതെല്ലാമാണ്. ഇനി ഒരു സാധനം കൂടെയാണ് നിത്യം, ടൈം പ്രൂഫും കൂടാണ്. എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഭഗവാൻ ഇവിടെ പറയുന്നു. എന്താണ്? ഇത് പ്രൂഫ് ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം പ്രൂഫാണ്. എന്താണ് പ്രൂഫ്? പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇതിനെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയാത്തത്. ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആയുധം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. പടച്ചിട്ടൊക്കെ അണിഞ്ഞ ആൾക്കാർ എന്തിനാണ് എവിടെ പോകുന്നത്? യുദ്ധത്തിന് പോകുന്നത്. അവർക്ക് പേടിയുണ്ട്. അവരുടെ ശരീരം എന്ന് പറയുന്നത് ആയുധം കൊണ്ടാൽ മുറിയും. അതുകൊണ്ട് അവർ പടച്ചട്ടയൊക്കെ എടുത്തിട്ട് പോകും. പട്ടാളക്കാരൊക്കെ ആർമി യുദ്ധത്തിന് പോകുമ്പോഴേക്കും അവർ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഒക്കെ വിടും. എന്തിനാണ്? ആ ശരീരത്തിലെ ഏൽക്കാതിരിക്കാൻ വേണ്ടി. ബുള്ളറ്റ് ഏറ്റാലും അത് മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ശരീരം ബുള്ളറ്റ് പ്രൂഫും അല്ല, വാട്ടർ പ്രൂഫും അല്ല, എയർ പ്രൂഫും അല്ല, ടൈം പ്രൂഫും അല്ല, ഒരു പ്രൂഫും അല്ല. കാരണം എന്താണ്? നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ ഈ ശരീരം ഇല്ലാതായി തീരും. പക്ഷേ ഇതൊക്കെ പ്രൂഫായിട്ടുള്ള ഒരാൾ ശരീരത്തിനകത്തുണ്ട്. ആരാണ്? ആത്മാവ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ദിസ് ഇസ് അഛേദ്യോയം, ബുള്ളറ്റ് പ്രൂഫ്, അദഹ്യോയം, ഫയർ പ്രൂഫ്, അക്ലേദ്യോ, വാട്ടർ പ്രൂഫ്, അശോഷ്യ, വിൻഡ് പ്രൂഫ്, നിത്യ. നിത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പ്രൂഫ്. ഇതാണ് ഇതിന്റെയൊക്കെ അർത്ഥം. ഇതിന്റെ എല്ലാം ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞിട്ട് ഭഗവാൻ പറയുകയാണ് സർവഗത. എന്താണ് സർവഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. സർവഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നിലനിൽക്കുന്നത് എന്ന് പറയും. പക്ഷെ അതല്ല കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സാന്ദർഭികമായിട്ട് ഈ സർവഗത എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം? ഭഗവാൻ ഇനി ഭഗവത്ഗീതയിൽ പറയും ആത്മാവിനെ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന്. ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് ദ സോൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ഈ ട്രാൻസ്മൈഗ്രേഷൻ? വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ശരീരം എപ്രകാരമാണോ പഴയ ഉടുപ്പുകളെ പരിത്യജിച്ച് പുതിയ ഉടുപ്പുകളെ സ്വീകരിക്കുന്നത്, അതേപോലെ തന്നെ ജീർണിച്ച ശരീരത്തെ ത്യജിച്ചിട്ട് ആത്മാവ് പുതിയ ശരീരം സ്വീകരിക്കുന്നു. ഇതിനെയാണ് ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് ദ സോൾ എന്ന് പറയുന്നത്. ഇനിയുമുണ്ട്. എന്താണ്? ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ ഈ ആത്മാവ് ഈ ശരീരത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ ശരീരത്തിൽ ആത്മാവ് സഞ്ചരിക്കുന്നു. ഇനി ശരീരം കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത ശരീരത്തിലും സഞ്ചരിക്കുന്നു. ഇതാണ് എന്ത് പറയുന്നത്? ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് ദ സോൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അത് നമ്മുടെ ഭൂമിയിൽ മാത്രമല്ല ഈ ട്രാൻസ്മൈഗ്രേഷൻ നടക്കുന്നത്. ഇതിന്റെ അപ്പുറത്തുള്ള ഗ്രഹങ്ങളിലെ ട്രാൻസ്മൈഗ്രേഷനെ കുറിച്ചും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതെവിടെ പറയുന്നു? 14ാമത്തെ അധ്യായത്തിൽ 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഊർധം ഗച്ഛതി സത്വസ്ഥ മധ്യേ തിഷ്ഠതി രാജസ ജഘന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛതി താമസ. എന്താണ് ഊർധം ഗച്ഛതി സത്വസ്ഥ? സത്വഗുണങ്ങൾ വളർത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപരിലോകങ്ങളിലേക്ക് പോകാൻ പറ്റും. ആർക്ക് പോകാൻ പറ്റും? നമ്മുടെ ശരീരത്തിന് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ. ചില ആൾക്കാര് എന്താണ്
ചാവേർ വന്നിട്ട് ചാവേർ ആക്രമണം നടത്തി അവരുടെ ശരീരം ത്യജിക്കുന്നത് എന്താണ്? ഈ ശരീരത്തോടു കൂടി തന്നെ അവർക്ക് സ്വർഗത്തിൽ പോയി എന്തൊക്കെയോ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു സംഭവമല്ല. എന്താണ്? ശരീരം തകർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആത്മാവ് മാത്രമേ പോവുള്ളൂ. ഊർധ്വം ഗച്ഛതി സത്വസ്ഥ. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്താൽ സത്വസ്ഥ അല്ല, ഊർധ്വം ഗച്ഛതി പോവാൻ പറ്റില്ല. എന്ത് കാര്യങ്ങൾ ചെയ്യണം? നല്ല ഗുണങ്ങൾ വേണം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അനുഷ്ഠിക്കണം. എന്ത് നല്ല കാര്യങ്ങൾ? ധർമ്മത്തിനനുസരിച്ച്, ധാർമ്മിക ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കണം. എന്നാലേ നമുക്ക് സത്വഗുണം വളർത്തിയെടുക്കാനും അങ്ങനെ ഉപരിലോകങ്ങളിൽ പോകാനും പറ്റുകയുള്ളൂ. ഊർധ്വം ഗച്ഛതി സത്വസ്ഥ. അപ്പോ ഈ ഒരു ആത്മാവിന് അടുത്ത ഉപരിലോകങ്ങളിലേക്ക് പോകാൻ പറ്റുമെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. മധ്യേ തിഷ്ഠതി രാജസ. രാജസികമായിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ തന്നെ എവിടെയെങ്കിലും ഒക്കെ, ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ള പ്ലാനറ്ററി സിസ്റ്റം, ഭൂമി പോലുള്ള പ്ലാനറ്ററി സിസ്റ്റംസിൽ എവിടെയെങ്കിലും ഒക്കെ കറങ്ങിത്തിരിഞ്ഞുള്ള ശരീരം നിങ്ങൾക്ക് കിട്ടും. ജഘന്യ ഗുണവൃത്തിസ്ഥ, അതായത് എന്താണ്? അറയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നയാൾ ഇതുവരും അധോ ഗച്ഛതി താമസ. താമസിക ഗുണങ്ങളിൽപ്പെട്ട ആൾക്കാർ ഇവിടെ പോകും. അധോ ഗച്ഛതി, താഴേക്കടയിലുള്ള ജീവി വിഭാഗങ്ങൾ, പുഴുവായും പാമ്പായും ഒക്കെ ജനിക്കേണ്ടി വരും. അപ്പൊ ആരാണ് മൂവ് ചെയ്യുന്നത്? സോൾ. എവിടെയൊക്കെ മൂവ് ചെയ്യും? അതിന് ഉപരിലോകങ്ങളിൽ പോകാൻ പറ്റും, മധ്യേ നിൽക്കാൻ പറ്റും, ഇനി അധോ ലോകങ്ങളിൽ വേണമെങ്കിലും പോകാൻ പറ്റും. അപ്പൊ സോള് എന്താണ്? സർവഗതനാണ്. ഇനിയും രണ്ടു തരത്തിൽ പറയുന്നുണ്ട്. 9-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, യാന്തി ദേവവ്രത ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാൻ ഭൂതാനി യാന്തി ഭൂതേജ്യോ യാന്തി മധ്യാജിനോപിമാം. ഇവിടെ മാത്രമല്ല സോളിന് ചലിക്കാൻ സ്വാതന്ത്ര്യമുള്ളത്. യാന്തി മധ്യാജിനോപിമാം, എന്നെ ആരാണോ ശരണം പ്രാപിക്കുന്നത് എന്റെ അടുത്തെത്താനും അവർക്ക് സാധിക്കും, ആ ജീവാത്മാവിന്. അതുകൊണ്ട് സർവഗത. ഭഗവാന്റെ ഈ ഭൗതിക ലോകത്തിലും ആധ്യാത്മിക ലോകത്തിലും എവിടെയൊക്കെ എന്തൊക്കെ നിലനിൽപ്പുകളുണ്ടോ ഒരു ജീവാത്മാവിന് അവിടെ എല്ലാം അവന്റെ കർമ്മങ്ങൾ കൊണ്ട് പോകാൻ പറ്റും. ശരീരത്തിനല്ല, ജീവാത്മാവിന് പോകാൻ പറ്റും. അതുകൊണ്ടാണ് അവൻ എന്തെന്ന് പറയുന്നത്? സർവഗതൻ എന്ന് പറയുന്നത്. ഇനിയും ഭഗവാൻ പറയുന്നു 16-ാമത്തെ ശ്ലോകം 8-ാമത്തെ അധ്യായം. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന മാമുപേത്യ കൗന്ദേയ പുനർജന്മന വിദ്യത്തെ. നിങ്ങൾ എവിടെ പോയാലും ആ ബ്രഹ്മഭുവന ലോക, ഈ 14 പ്ലാനറ്ററി സിസ്റ്റത്തിൽ എവിടെ പോയാലും എന്ത് ചെയ്യേണ്ടി വരും? പുനരാവർത്തിനോ അർജുന. അതൊക്കെ തീർന്നു കഴിയുമ്പോൾ തിരിച്ച് ഭൗതിക ലോകം, ഭൂമിയിൽ വന്ന് ജനിക്കേണ്ടി വരും, വീണ്ടും കർമ്മം ചെയ്യേണ്ടി വരും, വീണ്ടും ഉപരിലോകങ്ങളിലും അങ്ങനെ കറങ്ങി നടക്കേണ്ടി വരും. മാമുപേത്യതു കൗന്ദേയ, എന്നെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആര് പറയുന്നു? ഭഗവാൻ പറയുന്നു, പുനർജന്മന വിദ്യത്തെ, വീണ്ടും നിനക്ക് ജനിക്കേണ്ടി വരികയില്ല അർജുന എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ഭഗവാൻ സർവഗത എന്ന് പറയുന്നതിന്റെ അർത്ഥം. സർവഗത എന്താണ്? എവിടെ വേണമെങ്കിലും ആത്മാവിന് പോകാം. ആത്മാവിന്റെ ആഗ്രഹം അനുസരിച്ച്, ചെയ്തി അനുസരിച്ച്, കർമ്മം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ആത്മാവിന് ചെയ്യാം. സർവഗതനാണ്. അതാണ് ആത്മാവിന്റെ ഒരു ഗുണം എന്ന് പറയും. നിത്യ സർവഗത സ്ഥാണു. സ്ഥാണു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺചേഞ്ചബിൾ എന്നാണ്. ഒരു മാറ്റവും ആത്മാവിന് വരികയില്ല. ആത്മാവ് ശരീരം മാറിയാലും ആത്മാവിന്റെ വയസ്സോ ആത്മാവിന് അതിന് റിലേഷൻ ഇല്ല. അതായത് എന്താണ്? ആപേക്ഷികതമായിട്ടുള്ള ഒരു കാര്യവും അതിനില്ല. സമയമോ സന്ദർഭമോ അങ്ങനെ ഒരു കാര്യവുമില്ല. ആ ഒരു ശരീരത്തിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ശരീരത്തിന് മാത്രമാണ് എന്തുള്ളത്? ടൈം ഫ്രെയിം ഉള്ളത്. ജനനം മുതൽ മരണം വരെയുള്ള ടൈം ഫ്രെയിം ഉള്ളത്. ആത്മാവിന് അതില്ല. ആത്മാവ് എന്നേക്കും നിത്യനാണ്. അതിന് വയസ്സുമില്ല, പ്രായവുമില്ല, ഒന്നുമില്ല. പുരാണൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ആത്മാവ് എന്ന് പറയുന്നത്. അത് ഏത് ശരീരത്തില് പിന്നെ അപ്പിയർ ചെയ്യുന്നോ ആ ശരീരം തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെയാണോ അതിനനുസരിച്ച് എന്തായിരിക്കും ആത്മാവിന്റെ ടൈം ഫ്രെയിം നമ്മൾ പറയുന്നതാണ്. പക്ഷെ ആത്മാവ് യഥാർത്ഥത്തിൽ അൺചേഞ്ചബിൾ ആണ്, സ്ഥാണു ആണ്. ഇനി എന്താണ്? അചലൻ, ചലിക്കാൻ പറ്റാത്തത്. കുറച്ചു മുമ്പേ അല്ലേ പറഞ്ഞത് സർവഗതൻ എന്ന്, അല്ലെ? അതായത് ഈ ശ്ലോകത്തിൽ തന്നെയാണ് പറയുന്നത് നിത്യ സർവഗത സ്ഥാണു അചലോ. അചലോ എന്ന് പറഞ്ഞാൽ എന്താണ്?
അപ്പൊ പിന്നെ എന്താണ് അചലോ എന്ന് പറയാൻ കാരണം? അചലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അചലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. അചല. എന്താണ് ആത്മാവിനെ ചലിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത്? ഇപ്പോഴല്ലേ പറഞ്ഞത് സർവഗതനാണ്, അതിന് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുമെന്ന്. ഈ അചലൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് ആത്മാവിനെ ചലിപ്പിക്കാൻ പറ്റുകയില്ല. ഈ ശരീരം എനിക്ക് മതിയായി, എനിക്കിനി പുതിയ ശരീരം വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? എന്റെ ആത്മാവിനെ ഇവിടെ നിന്ന് മാറ്റി ഇനി പുതിയ ശരീരത്തിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. നമ്മളെ കൊണ്ട് പറ്റുകയും ആത്മാവിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച്, അതിന്റെ അനുസരിച്ച്, അതിന്റെ ആ എക്സിസ്റ്റൻസ് തീരുമ്പോൾ മാത്രമേ അടുത്ത ശരീരം അതിന് കിട്ടുകയുള്ളൂ. അതാണ് ഒരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു ജീവാത്മാവിനെ നമ്മൾക്ക് ഒരിടത്തു നിന്നും ഇനി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഭൂമിയിൽ എനിക്ക് ജീവിച്ചു മതിയായി, ഇനി എനിക്ക് സ്വർഗത്തിൽ പോകണം. പണ്ട് ഒരാൾ വിചാരിച്ചിരുന്നു. ആര്? രാമായണത്തിൽ ഒരു കഥയുണ്ട്, ത്രിശങ്കു. എന്നിട്ട് ത്രിശങ്കുവിന് എന്ത് സംഭവിച്ചു? ത്രിശങ്കുവിന് ഭൂമിയിലും ഇല്ല ആകാശത്തിലും ഇല്ലാത്ത ഒരു സ്വർഗത്തിലായി എക്സിസ്റ്റൻസ്. ആര് ക്രിയേറ്റ് ചെയ്ത എക്സിസ്റ്റൻസ്? വിശ്വാമിത്ര മഹർഷി ക്രിയേറ്റ് ചെയ്ത എക്സിസ്റ്റൻസ്. ത്രിശങ്കു വിചാരിച്ച ത്രിശങ്കുവിന്റെ ആത്മാവിനെ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. വിശ്വാമിത്ര മഹർഷി വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല. അതിനേതായിട്ടുള്ള വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഈ നേച്ചർ ആണെങ്കിൽ മാത്രമേ, സത്വം ആണെങ്കിൽ മാത്രമേ അതിന് മേലേക്ക് പോകാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഊർക്കം പോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ അചല എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചും നമുക്ക് ഫോഴ്സ്ഫുള്ളി ഈ സാധനത്തിനെ ഈ ആത്മാവിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇനി ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുകയില്ല. അത് അതിന്റെ വില്ലനുസരിച്ച്, സ്വാതന്ത്ര്യം അനുസരിച്ച്, എപ്പോഴാണോ അതിന്റെ കർമ്മം അനുസരിച്ച് പോകാനുള്ളത് അപ്പൊ പോകും. അതിനാണ് എന്ത് പറയുന്നത്? അചലൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം സർവഗതൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ജീവാത്മാവിന് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ സയന്റിസ്റ്റുകളൊക്കെ പറയുന്നല്ലോ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ ജീവൻ, വേറൊരു സ്ഥലത്തൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. തിയറി എന്ന് പറയുന്നത് അവർ പറയുന്നു, പക്ഷെ അവരതിനകത്ത് പല പഠിത്തങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് എവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വേറെ ഒരു ഉപരിതലത്തിലും ജീവനെ കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ. ചന്ദ്രനിൽ വരെ പോയല്ലോ. പക്ഷെ എന്നിട്ടും അവിടെ ഒന്നും ജീവൻ നിലനിൽക്കുന്നില്ല എന്നാണല്ലോ ഇവര് പറയുന്നത്. പക്ഷേ ഇവിടെ ഭഗവത്ഗീത എന്ത് ചെയ്യുകയാണ്? ഈ ആത്മാവ് സർവഗതൻ എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ എവിടെ വേണമെങ്കിലും ആത്മാവിന് നിലനിൽക്കാൻ സാധിക്കും എന്നാണ് ഭഗവത്ഗീത അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കാരണം എന്താണ്? ആത്മാവ് അഛേദ്യനാണ്, അദഹ്യനാണ്, അശോഷ്യനാണ്. ഇതെല്ലാം വന്നിട്ട് ഈ ഭൗതിക ലോകത്തിൽ മാത്രമുള്ളതാണ്. ഇനി അത് മാത്രമല്ല, ഈ ഭൗതിക മാറ്റങ്ങൾക്കൊന്നും ആത്മാവിനെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, നശിപ്പിക്കാൻ പറ്റുകയില്ല എങ്കിൽ ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഗ്രഹത്തിൽ മാത്രമല്ല, ഇനി പല ഗ്രഹങ്ങളിലും ജീവിക്കാൻ സാമ്യമായിട്ടുള്ള അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ശരീരത്തിലും ഈ ആത്മാവിനെ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കണമല്ലോ. ലോജിക്കലി ചിന്തിച്ചാൽ എനിക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ശരീരം പോലെ തന്നെ ഇപ്പോ സൂര്യന്റെ പ്ലാനറ്റില് അല്ലെങ്കിൽ സൂര്യദേവൻ അത്രയധികം ടെമ്പറേച്ചർ ഉള്ള കത്തുന്ന തരത്തിലുള്ള ഒരു പ്ലാനറ്ററി സിസ്റ്റമാണ്. ഫയറി ബോഡി ആയിട്ടുള്ള ആ ഒരു ആൾക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് താമസിക്കാൻ അത് തക്കതായിട്ടുള്ള ശരീരമുള്ള ആൾക്ക് എന്ത് സംഭവിക്കും? അത് അവർക്ക് അവിടെയും ജീവിക്കാൻ പറ്റും. ഇപ്പോ സയന്റിസ്റ്റുകളൊക്കെ തെളിയിച്ചിട്ടുണ്ട് എക്സ്ട്രീം ടെമ്പറേച്ചറിൽ, അതായത് എക്സ്ട്രീം കോൾഡിലും എക്സ്ട്രീം ഹോട്ടായിട്ടുള്ള ടെമ്പറേച്ചറിലും ജീവിക്കുന്ന അണുക്കളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമുക്കൊന്നും അവിടെ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലും ചില അണുക്കൾ ജീവിച്ചിരിക്കും. എക്സ്ട്രീമോഫൈൽസ് എന്നാണ് ആ അണുക്കളെ പറയുന്നത് തന്നെ. അപ്പോ ഫയറി പ്ലാനറ്റിൽ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള സ്ഥലത്തും ചന്ദ്രനിലും ഒക്കെ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ഒന്നും സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നില്ല. അതായത് ഈ സർവഗതൻ എന്ന് പറയുന്നത് ഓപ്പൺ ഫോർ ഡിസ്കഷൻ അല്ലെങ്കിൽ എന്താണ് ക്ലോസ്ഡ് ചാപ്റ്റർ അല്ല. ഇല്ല, പറ്റൂല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് സർവഗതൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലായിടത്തും പോകാൻ
അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിലും പോകാൻ വേണ്ടിയിട്ട് യോഗ്യതയുള്ള ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു കാര്യം, അചല അചല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് അചല എന്ന് പറഞ്ഞാല്? അതിനെ വലിച്ച് ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. നമ്മളെ കൊണ്ട് പറ്റൂല, പക്ഷെ ചില കണ്ടീഷനിൽ പറ്റും. ഉദാഹരണം കേട്ടിട്ടുണ്ടോ? എന്താണ്? കൃഷ്ണ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്താണ് അചല? അചല എന്ന് പറഞ്ഞാൽ നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ ചില ആൾക്കാർക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് കേട്ടേക്കുന്നത്? നമ്മള് യമദൂതന്മാർ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മള് മരണസമയത്ത് നമ്മുടെ അജാമള ബ്രാഹ്മണനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ ഒരു അറ്റാച്ച്മെന്റ് കാരണം അദ്ദേഹത്തിന് ശരീരത്തിൽ നിന്ന് പോകാൻ താല്പര്യമില്ലെങ്കിലും യമപാശം വന്നിട്ട് കഴുത്തിൽ മുറുക്കി ആ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വലിച്ചു മാറ്റും. യമദൂതന്മാർക്ക് ആത്മാവിനെ എന്ത് ചെയ്യാൻ പറ്റും? അചലാവസ്ഥയിൽ നിന്ന് മാറ്റാൻ പറ്റും. വേറെ ആർക്കും മാറ്റാൻ പറ്റുകയില്ല. കാരണം ശരീരം എന്ന് പറയുന്നത് അത്രയധികം അറ്റാച്ച്ഡ് ആണ് ആത്മാവ്. ഈ സൂക്ഷ്മ ശരീരവും അതെ, സ്ഥൂല ശരീരവും അതെ. സ്ഥൂല ശരീരത്തിൽ നിന്നുള്ള അറ്റാച്ച്മെന്റ് മാറിയാലും, അതെ, സ്ഥൂല ശരീരത്തിൽ നിന്നുള്ള അറ്റാച്ച്മെന്റ്, അതായത് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരത്തിൽ നിന്നുള്ള അറ്റാച്ച്മെന്റ് മാറിയാലും എന്ത് മാറുന്നില്ല? സൂക്ഷ്മ ശരീരത്തിനോടുള്ള അറ്റാച്ച്മെന്റ് മാറുന്നില്ല. അതുകൊണ്ടാണ് ആത്മാവ് സൂക്ഷ്മ ശരീരത്തോടു കൂടിയാണ് എങ്ങോട്ട് പോകുന്നത്? അടുത്ത ശരീരത്തിലേക്ക്, സ്ഥൂല ശരീരത്തിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അചലൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, അത് നമ്മുടെ കർമ്മത്തിനനുസരിച്ച് എപ്പോഴാണോ നമ്മൾ പോവേണ്ടത് അതുപോലെ മാത്രമേ. സ്വാതന്ത്ര്യം ആത്മാവിന്റെ ആണ് എന്ന് പറയും. ഓക്കെ, ഇതെല്ലാമാണ് ഇവിടെ എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്? ആത്മാവിന്റെ ക്യാരക്ടറിസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾക്ക് ആർക്കും താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യത്തിലും താല്പര്യമില്ല. നമുക്ക് എല്ലാവർക്കും ലോങ് ലൈഫും എല്ലാവർക്കും നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഭഗവാൻ എന്ത് പറയുന്നു എന്നറിയാമോ? ഈ പ്രൂഫ് ആയിട്ടുള്ള സാധനം നമുക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വാർ ഫ്രണ്ടിൽ പോവുകയാണ്, അതായത് യുദ്ധത്തിന് പോവുകയാണ്. നമുക്ക് മരിക്കാൻ താല്പര്യമില്ലല്ലോ, പക്ഷെ മരണ സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും കൊണ്ട് പോകുന്നത്. പിന്നെ വെള്ളത്തിൽ മുങ്ങാൻ പോകും. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ലൈഫ് ബോട്ടും മറ്റ് ലൈഫ് ജാക്കറ്റും കൊണ്ട് പോകുന്നത്? നമ്മൾക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ വേണ്ടി താല്പര്യമില്ലാത്തത് കൊണ്ട്, വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളൊരു വാച്ച് വാങ്ങിച്ചാലും ഇതിന് എത്ര നാൾ ഇതിന് ലൈഫ് ഉണ്ടാകും? ഈ ലൈഫില് ഇതിന് ഇനി എങ്ങാനും ഇത് വിയർത്ത് ഇതിനകത്ത് വെള്ളം കയറിയാലോ, അല്ലെങ്കിൽ പിന്നെ ഇത് കയറിയാലോ, വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നശിച്ചു പോയാലോ, ഇതിന് വാട്ടർ പ്രൂഫ് വാച്ച് വാങ്ങിക്കണം. ഇനി അതേപോലെ ഫയർ പ്രൂഫ്, നമ്മുടെ ഇലക്ട്രിക്കൽ വയേഴ്സ് എല്ലാം എന്ത് കത്തിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വയറൊന്നും കത്തിപ്പോവാതെ ഇരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്താക്കണം? ഫയർ പ്രൂഫ് ആക്കണം. വിൻഡ് പ്രൂഫ്, ഇതെല്ലാം പ്രൂഫും നമുക്ക് വേണം. കാരണം എന്താണ്? നമുക്ക് ആർക്കും ഈ ഒരു താൽക്കാലികമായിട്ട് നശിക്കുന്ന കാര്യത്തിൽ തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മളെന്ന് പറയുന്നത് ഈ നശിക്കുന്ന സാധനം അല്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ നശ്വരനാണ്, പക്ഷെ ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന് ഭഗവത്ഗീത തത്വം മനസ്സിലാക്കുന്ന ആൾക്ക് എന്തല്ല, ഞാൻ അദഹ്യനാണ്, അശോഷ്യനാണ്, അക്ലേദ്യനാണ്, ഇതെല്ലാമാണ്. എന്താണ് പ്രൂഫായിട്ടുള്ളത്? ആത്മാവ് മാത്രമാണ് ടൈം പ്രൂഫ് ആയിട്ടും ഈ പറയുന്ന എല്ലാ ബുള്ളറ്റ് പ്രൂഫ്, ഫയർ പ്രൂഫ്, വാട്ടർ പ്രൂഫ്, വിൻഡ് പ്രൂഫ്, ടൈം പ്രൂഫ്, ഇതെല്ലാം എന്താണ്? ആത്മാവ് മാത്രമാണ്. അതിനെക്കുറിച്ചാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ എന്തിനാണ് നമ്മൾ നിരാശപ്പെടുന്നത്? നമ്മൾക്ക് ഈ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും എന്നുള്ളതിലാണ് നമുക്ക് നിരാശ. നമുക്ക് എന്താണ്, പോകെ പോകെ നമ്മൾ വയസ്സാകും, നമ്മൾക്ക് സൗന്ദര്യം നഷ്ടപ്പെടും, നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടും, നമ്മളുടെ ജോയിന്റ്സിന്റെ മൊബിലിറ്റി നഷ്ടപ്പെടും, നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ഈവൻ ശരിക്കും ദഹിക്കുക പോലും ഇല്ല എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോഴും നിരാശയിലായിരിക്കും. എന്താണ് നിരാശ? ഫ്രസ്ട്രേഷൻ.
നിരാശ. നിരാശ എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആണ്. കാരണം എന്താണ്? ഇതെല്ലാം നശിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആ ഭയത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുക. ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന് മനസ്സിലാക്കുക മാത്രമാണ് ഈ ഫ്രസ്ട്രേഷന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനും ഫിയർ ഓഫ് ഡെത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ഉള്ള ഒരേ ഒരു വഴി. എന്തായാലും ഈ ശരീരം നശ്വരമാണ്, അത് എന്തെങ്കിലും നശിക്കും. പക്ഷെ ഞാൻ എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അംശമാണ്. ആ അംശമായതുകൊണ്ട് തന്നെ അദ്ദേഹം എറ്റേണൽ ആയതുകൊണ്ട് ഞാനും എറ്റേണൽ ആണ്. അങ്ങനെ ആകുമ്പോൾ ഞാൻ എവിടെ പോയാലും അദ്ദേഹത്തെ സേവിച്ചാൽ മാത്രം മതിയാകും. ഈ ലോകത്തിൽ ഇരുന്നാലും ശരി, ഇനി ഞാൻ ഏത് ലോകത്തിൽ പോയാലും ശരി, എനിക്ക് ഒരു പ്രശ്നവും വരുന്നില്ല. എന്താണ്? എവിടെ ആയിരുന്നാലും എനിക്ക് ഭഗവാന്റെ സേവനം മാത്രം ചെയ്താൽ മതിയാകും എന്ന് വിചാരിക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അയാൾക്ക് വയസ്സായാലും കുഴപ്പമില്ല, അയാൾക്ക് ജോയിന്റ് മൊബിലിറ്റി ഇല്ലെങ്കിലും ഓക്കെ, ദഹനമില്ലെങ്കിലും ഓക്കെ, ക്യാൻസർ വന്നാലും ഓക്കെ, എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്? ശരീരം അൾട്ടിമേറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നശിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് അയാൾ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ വളരെ സമാധാനത്തോടു കൂടി തന്നെ അയാൾ തന്റെ സേവനം തുടർന്നു പോകും. കാരണം എന്താണ്? ഇതെല്ലാം താൽക്കാലികമാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. ആകെ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ താൽക്കാലികമല്ലാത്തത്, നിത്യ സർവഗത സ്ഥാണൂർ അചലോയം സനാതന. അതെന്താണ്? ഈ പറയുന്ന ആത്മാവ്. അപ്പോ ഫ്രസ്ട്രേഷൻ പ്രൂഫ് ആകാൻ എന്താണ് വഴി? നിരാശയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? ആത്മാവിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നിരാശയിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇതാണ് നമ്മളുടെ ഈ അഛേദ്യോയം അദഹ്യോയം അശോഷ്യ ഏവ അക്ലേദ്യ അശോഷ്യ എന്ന തരത്തിലുള്ള വിശേഷണങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. അപ്പോ ഈ ഒരു ശ്ലോകം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഈ ശ്ലോകത്തിനെയും കഴിഞ്ഞ ശ്ലോകത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് നമ്മൾ കണക്ഷൻ പഠിച്ചത്. കാരണം കഴിഞ്ഞ ശ്ലോകത്തിന്റെ കാരണമാണ് ഈ ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിൽ പിന്നെ ഭഗവാൻ പറയുന്നു, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ചോഷയതി മാരുതഃ. ഈ ഒരു കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ് നിത്യൻ, എന്താണ് സ്ഥാണു, എന്താണ് സർവഗതൻ, ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ആക്ച്വലി ഒരു 5 മിനിറ്റ് സമയം കൂടിയുണ്ട്, 2-3 മിനിറ്റ് സമയം കൂടിയുണ്ട്. എന്റെ മൊബൈലിന്റെ ചാർജ് തീരാറായിരിക്കുകയാണ്. അഥവാ നിങ്ങൾ ചോദിക്കുന്ന സംശയത്തിന് എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ലെങ്കിലും ഗ്രൂപ്പില് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ എന്താണ് ഐശ്വര്യ മാതാജിയുടെ അടുത്ത് പറഞ്ഞാൽ മതിയാകും. മാതാജി എനിക്ക് വാട്സാപ്പിൽ അത് അയച്ചു തരും, ശ്ലോകങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. 1-2 മിനിറ്റ് നമുക്ക് സംശയം അല്ലെങ്കിൽ ഡിസ്കഷൻ, ചർച്ച എന്തെങ്കിലും ചെയ്യാം ഈ ശ്ലോകത്തിനെ കുറിച്ച്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായി ഇതിനെ കുറിച്ച് പറയാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. ജാനു, എല്ലാരും മ്യൂട്ട് ആണെന്ന് തോന്നുന്നു, ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മധുജി, അത് എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും അതില്. ഹരേ കൃഷ്ണ. ബിന്ദു മാതാജി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഹരേ കൃഷ്ണ, ഞാനല്ല പറഞ്ഞത്. 2 ബിന്ദു മാതാജി ഉണ്ടോ? ഇതിനകത്ത് ആരും എന്തോ ഒരു ഇത് വന്നു, വോയിസ് വന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഹരേ കൃഷ്ണ, നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. വളരെ ക്ലിയർ ആയിട്ട് സോളിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച് മാതാജി. അപ്പൊ നാളെ എനിക്കാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ മാതാജിയുടെ ക്ലാസ് കേട്ടിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Hare Krishna. Thank you, Mataji. Hare Krishna.
ശരി, ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യാം ജാനു. ക്ലോസ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു എന്തെങ്കിലും സംസാരിച്ചോ? ഉള്ളി. ഞാൻ ഹരേ കൃഷ്ണ പറഞ്ഞ ഹരേ കൃഷ്ണ. ശരി 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 പ്രഭു. ഹരേ കൃഷ്ണ.